ലാലേട്ടൻ ഡയറക്ട് ചെയ്ത് ലാലേട്ടൻ തന്നെ പാടി ലാലേട്ടൻ അഭിനയിച്ച് എയറിലോട്ട് പോയൊരു പടമാണ് ബറോസ്. കുട്ടികൾക്ക് വേണ്ടി ഇറക്കിയ പടമാണെന്നൊക്കെ പറഞ്ഞ് ഇത് കണ്ട കുട്ടികൾ തന്നെ പറയും ഇത് എന്ത് തേങ്ങയാണ്. ബേസിക്കലി ഇതൊരു 3D മൂവിയാണ്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ മൂവി 2 കാലഘട്ടത്തിലാണ് നടക്കുന്നത്. ഒന്ന് പോർച്ചുഗീസ് നമ്മുടെ ഗോവ ഭരിക്കുന്ന കാലഘട്ടത്തിലോ, ഒന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിലോ. ഇങ്ങനെ 2 കാലഘട്ടത്തിൽ നടക്കുന്ന സ്റ്റോറിയുമായിട്ടാണ് നമ്മുടെ ലാലേട്ടൻ വന്നിട്ടുള്ളത്. ലാലേട്ടൻ ഇതിലൊരു ഭൂതമാണ്. ലിഗാമ തമ്പുരാന്റെ നിധി കാക്കുന്ന ബറൂസ് ഭൂതം. ലാലേട്ടന് തന്നെ അറിയില്ലായിരുന്നു താനൊരു ഭൂതമാണെന്ന്. ഒരു കുട്ടിച്ചേത്തൻ വന്നിട്ടാണ് നമ്മുടെ ലാലേട്ടനോട് അത് പറയുന്നത്, താനൊരു ഭൂതമാണെന്ന്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്ന നമ്മുടെ ലാലേട്ടൻ കണ്ണാടിയിലോട്ടൊന്ന് നോക്കും. അപ്പോഴാണ് നമ്മുടെ ലാലേട്ടന് മനസ്സിലാവുന്നത് താനൊരു ഭൂതമാണെന്ന്. ലിഗാമ തമ്പുരാന്റെ പേരമ്പര്യത്തിൽപ്പെട്ട ആരെങ്കിലും വരാതെ ലാലേട്ടന് ഒരു മോചനം കിട്ടില്ല. പെട്ടെന്നാണ് കുറെ കള്ളന്മാരങ്ങോട്ട് സ്വർണം മോഷ്ടിക്കാൻ വരുന്നത്. പിന്നീട് അങ്ങോട്ട് കാണുന്നത് നമ്മുടെ ലാലേട്ടന് കുറച്ച് കുസൃതികളാണ്. പിന്നീട് നമ്മുടെ പ്രസന്റിലാണ് കാണിക്കുന്നത്. ലിഗാമ തമ്പുരാന്റെ 13ാം തലമുറയിൽപ്പെട്ട് നിധിയുടെ ഒരേ ഒരു അവകാശി ഇസ. ഇത്രയും ഗുരുത്തം കിട്ടിയൊരു കൊച്ചു വേറെ ഇല്ല. കുരുത്തക്കേടുകൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ഒരാളെയും ബഹുമാനമല്ല, കുട്ടികളെ റാഗ് ചെയ്യാം, അതേപോലെ അത് ചോദിക്കാൻ ചെന്ന ടീച്ചറിന്റെ ബാക്കിൽ പടക്കം വെച്ച് പൊട്ടിക്കുക. അങ്ങനെ പലതരം കുരുത്തക്കേടുകളാണ് ഇസ കുട്ടിക്കുള്ളത്. അങ്ങനെ ഈ കുരുത്തം കെട്ട ഇസ ആക്സിഡന്റലി ബറൂസ് പാപ്പയുടെ നിലവറക്കുള്ളിലങ്ങെത്തും. നിധിയുടെ അനന്തരാവകാശിയെ കണ്ട സന്തോഷത്തിലാണ് നമ്മുടെ ബറൂസ് പാപ്പ. പിന്നീട് എങ്ങനെയൊക്കെയോ മറ്റാർക്കും കാണാൻ പറ്റാത്ത നമ്മുടെ ബറൂസ് പാപ്പയെ ഇസക്കുട്ടി അങ്ങ് കണ്ടുപിടിക്കും. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കണ്ട ഒരു എക്സൈറ്റ്മെന്റിൽ ഒറ്റയടിക്ക് മുമ്പിലോട്ട് ചെല്ലാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ബറൂസ് പാപ്പ ഒളിച്ചു കളിക്കും. ചുമരിന്റെ ഉള്ളിലൂടെ പോവുക, അതേപോലെ തന്നെ ചുമരിൽ അള്ളിപ്പിടിച്ച് കയറുക. ഇങ്ങനെ പലതരം മായാജാലങ്ങളോട് നമ്മുടെ ബറൂസ് പാപ്പ വെട്ടിയിട്ട വായത്തണ്ട് പോലെ. ഈ സീനൊക്കെ കണ്ടിട്ട് ഹോളിവുഡിൽ നിന്ന് വരെ കോള് വന്നെന്നൊക്കെ കേട്ടത്. Hello, Mr. Lalaton. We are calling from Hollywood film industry. Who create the Bros 3D and VFX? Can you please tell it? Hello, മോനെ. അത് നമ്മൾ കൊടുക്കുന്നില്ല കേട്ടോ. ഇത് ഹോളിവുഡ് അല്ല ബോളിവുഡ് അല്ല, ഏത് വിട്ടവെന്ന് ചോദിച്ചാലും നമ്മൾ കൊടുക്കുന്നില്ല കേട്ടോ മോനെ. അങ്ങനെ ഇത്രയൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് നമ്മുടെ ഇസക്കുട്ടിക്ക് ബറൂസ് ഒരു ഭൂതമാണെന്ന് മനസ്സിലായിട്ടില്ല. എന്നിട്ട് പിന്നെയും ചോദിക്കും, ഒന്നുമില്ലെങ്കിലും അതൊരു ഭൂതമല്ലേ, അതിന്റെ റെസ്പെക്റ്റിലും കൊടുക്കു കൊച്ചേ. അല്ല, കൊച്ചിനെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നമ്മുടെ ഈ കോഞ്ചറിങ്, അനബെല്ല, അങ്ങനെ പല സിനിമകളും കണ്ട് അതിലെ പ്രേതങ്ങളെ പോലെ എക്സ്പെക്ടേഷനും വെച്ചിട്ട് ഇമാരി ഭൂതങ്ങളൊക്കെ മുന്നിൽ വന്ന ആര് പേടിക്കാനാ. എന്നിട്ട് നമ്മുടെ ബറൂസ് കടലിന്റെ നടുവിൽ ഒരു കൗങ്ങന്റെ മണ്ടയിലും കയറിയിരുന്നിട്ട് ഇങ്ങോട്ട് വാ മോളെ എന്ന് വിളിക്കും. കടലിന്റെ നടുവ് കൂടെ എങ്ങനെ നടന്നു വരാനാണ് ഈ കളവൻ എന്താ കണ്ണ് കാണൂലെന്ന് നമ്മുടെ ഇസക്കുട്ടി ചിന്തിക്കുമ്പോഴായിരിക്കും നമ്മുടെ ബറൂസ് അണ്ണന്റെ മന്ത്രവാദം. പിന്നീട് അങ്ങോട്ട് കാണുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ തോറ്റുപോകുന്ന രീതിയിലുള്ളൊരു VFX ആൻഡ് 3D ആനിമേഷൻ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു അപരാധം പിടിച്ചൊരു എഡിറ്റിംഗ് ആണ്. ഇതിനേക്കാൾ നന്നായിട്ട് ഞാൻ ചെയ്യും. എന്നടാ പണി വെച്ചെടുക്കേ. ഇത് ശരിക്കും സിനിമയാണോ അതോ കാർട്ടൂണാണോ? ഇത് കണ്ട് ഞങ്ങളും മടുത്തു. എന്തോന്നടാ ഇത്? ഇപ്പോഴാണ് ഇസക്കൊച്ച് താഴോട്ട് നോക്കിയത്, ഇതുവരെ മേലോട്ടാണ് നോക്കിയത്. ഇതൊക്കെ എന്ത് തേങ്ങയാണ്? ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊക്കെ കാണിച്ചു കൊടുത്താൽ അനന്തരാവകാശിക്ക് കൈമാറാൻ നൂറ്റാണ്ടുകളായി കാത്തിരിക്കുന്ന ബറൂസ് നിധി കാക്കുന്ന ഭൂതം. അതിന് എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ഈ ദേഷ്യത്തിൽ നമ്മുടെ ബറൂസ് പാപ്പ ഇസക്കൊച്ചിനെടുത്ത് കടലിലങ്ങടും. പിന്നീട് നമ്മൾ പോകുന്നത് ഒരു കാർട്ടൂൺ വേൾഡിലോട്ടാണ്. ഹൊയ് ഹൊയ് ഹൊയ്, എന്തോന്ന് ബാംബു ബോയ്സോ? ഹായ് 3D ഫിഷ്. വറുക്കണോ അതോ കറി വെക്കണോ? ഇങ്ങനെ ഇസക്കുട്ടിയെ കാർട്ടൂൺ വേൾഡിലോട്ടൊക്കെ കൊണ്ടുപോയതുകൊണ്ട് ബറൂസ് പാപ്പയെ ഇഷ്ടപ്പെടും. ഇങ്ങനെ ബറൂസ് പാപ്പ നൈസായിട്ട് ലിഗാമ തമ്പുരാന്റെ നിധിയുടെ താക്കോല് ഇസക്കുട്ടിക്ക് കൊടുക്കാൻ നോക്കും. അത് വാങ്ങിക്കഴിഞ്ഞാൽ ശാപമോക്ഷം കിട്ടിയിട്ട് നൈസായിട്ട് ഇവിടെ നിന്ന് സ്കൂട്ടാവല്ലോ. അതാണ് നമ്മുടെ ബറൂസ് പാപ്പയുടെ ബുദ്ധി. പക്ഷെ അത് നമ്മുടെ ഇസക്കൊച്ചിന് മനസ്സിലായതുകൊണ്ട് തന്നെ എടാ മൊട്ട അത് കൈ വെച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇസക്കൊച്ചങ്ങ് പോയി.
പിന്നീട് ദാണ്ട് കിടക്കുന്ന ഒരു മന്ത്രവാദി. ഇതിപ്പോ ഇവിടുന്ന് കയറി വന്നു. തേളിനെ വെച്ച് എന്തൊക്കെയാ മന്ത്രവാദം കാണിച്ചുകൊണ്ടിരിക്കുന്ന തേളുവാദി. ശരിക്കും ഇതാണ് ഭൂതം. ഈ തേളുവാദിക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ലിഖാമ തമ്പുരാന്റെ നിധികൾ എടുക്കണം. അവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബറൂസ് പാപ്പ കാവൽക്കാരനായിട്ടുണ്ട്. അപ്പൊ ബറൂസ് പാപ്പ എതിർക്കാൻ വേണ്ടിയിട്ട് ലിഖാമ തമ്പുരാന്റെ ഒരു പ്രേതത്തിനെ അങ്ങ് കൊണ്ടുവരും. പിന്നെ ഇതുണ്ട് ലിഖാമ തമ്പുരാൻ ബറൂസ് പാപ്പയുടെ അടുത്തേക്ക് ഒരു വെള്ളം പറന്നു വരുന്നു. പൈപ്പ് പൊട്ടി ലീക്കായതെന്നാ തോന്നുന്നത്. ഇതെന്തോന്ന് അങ്ങനെ ഏറി കിടന്നുകൊണ്ട് ഈ വെടലമുറം വാളെടുക്കുമ്പോഴേക്കും അവിടെ കിടക്കുന്ന പടച്ചട്ടക്കൊക്കെ ജീവൻ വരും. വാവ്, വാട്ട് എ മെഡിക്കൽ മിറാക്കിൾ. സയന്റിഫിക്കലി ഇങ്ങനെ ഒരു അത്ഭുതം കണ്ടുപിടിച്ചിട്ടില്ല. നമ്മുടെ ബറൂസ് അണ്ണനാണ് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. പിന്നീട് നമ്മുടെ ബറൂസ് അണ്ണന്റെ കുറച്ച് ഫൈറ്റുകളാണ്. അങ്ങനെ ഫൈറ്റൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ലിഖാമ തമ്പുരാനെ കണ്ട എക്സൈറ്റ്മെന്റില് നമ്മുടെ ബറൂസ് പാപ്പ അടുത്ത് ചെന്ന് മുട്ടുകുത്തി വെക്കും. അപ്പൊ നമ്മുടെ ലിഖാമ തമ്പുരാന്റെ ആത്മാവ് ആളെടുത്തൊരൊറ്റ കുത്ത്. പിന്നീടാണ് അവിടെ ഒരു ട്വിസ്റ്റ്. ഞാൻ നിന്റെ ഡിഗാമയല്ല. അതിന് ഞങ്ങളെന്ത് വേണം തള്ളേ? കരിയും വാരി തേച്ച് വന്നേക്കുക. അത്രയ്ക്ക് ദേഷ്യം വന്നു. പിന്നീട് ഇങ്ങോട്ട് രണ്ട് ഭൂതങ്ങൾ തമ്മിലുള്ള ഫൈറ്റാണ്. അല്ല, ഇത് ഞാൻ എവിടെയോ അങ്ങനെ രണ്ട് ഭൂതങ്ങളും തമ്മിൽ തല്ലിയിട്ട് നമ്മുടെ ലിഖാമ തമ്പുരാന്റെ ഭൂതം അങ്ങ് ചാവും. പിന്നെ നമ്മുടെ ബറൂസ് ഭൂതം ഇസക്കുട്ടിക്ക് താക്കോലം കൊടുത്തോണ്ട് ശാപമോക്ഷം കിട്ടിയിട്ട് നമ്മുടെ ബറൂസ് ഭൂതം അങ്ങ് പോവും. അങ്ങനെ പടം ഇവിടെ അവസാനിച്ചു. ഇസബെല, നീയാണ് എന്റെ നിധി. നിധിയൊക്കെ അവിടെ നിൽക്കട്ടെ, പെട്ടെന്ന് അവസാനിപ്പിച്ച് പോവണ്ണ. അല്ലപ്പത് തീർന്നില്ലേ? ഈ ജ്ഞാപകമുരളി ഇത് എവിടുന്ന് കയറി വന്നോ? അങ്ങനെ ജ്ഞാപകമുരളി നേരെ ഇസക്കുട്ടി പാട്ട് പാടുന്ന സ്റ്റേജിലോട്ട് ഇങ്ങ് കയറി ചെല്ലും. ഇസക്കുട്ടി ഇപ്പൊ ചെറുപ്പമല്ല കേട്ടോ, വലുതായിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പഞ്ചാരടിക്കും. പൂവൻകോഴി നല്ല കൊക്കര കോഴി അല്ലേ, ഈ താക്കോൽ ഇവൻ എവിടുന്ന് കിട്ടി? ഇത് നമ്മുടെ ബറൂസ് പാപ്പ ഇസക്കുട്ടിക്ക് കൊടുത്തതല്ലേ? പിന്നെ ഇസക്കുട്ടി ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോ നമ്മുടെ ജ്ഞാപകമുരളി പറയും ഇത് ഇതാണ്ട് പുറത്തുനിന്ന് ഒരാൾ തന്നാണെന്ന്. അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോ ദാണ്ട് കിടക്കുന്ന മിന്നി മിന്നി കത്തുന്ന കുറെ മിന്നാമിനിങ്ങൾ. കിങ്ങിണിക്കാട്ടിലെ കിന്നരിക്കുട്ടിലെ മിന്നാമിനുങ്ങേ. ഈ മിന്നാമിന്നിനെയും കാണിച്ചുകൊണ്ട് ഈ പാട്ട് ഇവിടെ തീർന്നു.